എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദില നൂറയും ബിഗ് ബോസ് ഹൗസിനകത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അവിടെ ലക്ഷ്മി വന്നിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, നിന്നെ ഒന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവന്മാരാണ്, നിന്നെ ഒന്നും വീട്ടിൽ കയറ്റൂല എന്ന് പറഞ്ഞു. ഈ സാധനം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വലിയ പുള്ളിക്കാരനായിട്ടുള്ള പുള്ളിക്കാരൻ പ്രാവർത്തികമാക്കിയിട്ടിരിക്കുകയാണ് ഫൈസൽ. പുള്ളിക്കാരൻ എന്തൊരു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ്റെ വീടിന്റെ പ്യാലികാച്ചലിനെ ഇവരെ വിളിച്ചു വരുത്തി ഇവരെ സ്വീകരിച്ച് ആനയിച്ച് അകത്തോട്ടൊക്കെ കയറ്റി പുറത്തിറക്കി വിട്ടതിന് ശേഷം പിന്നെ പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ വന്നിരുന്ന് പറഞ്ഞു, ഇവരെ പോലെ ഒരാൾ വരുന്നത് നമ്മുടെ സമൂഹത്തിന് എതിർപ്പാണ്, അതാണ് വാടയാണ് കേടയാണെന്നൊക്കെ പറഞ്ഞ്. ഇതാ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരൻ്റെ പോസ്റ്റാണ് കാണുന്നത്. ആ പോസ്റ്റിലേക്ക് നമുക്ക് വരാം. ഇതാണ് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫൈസൽ AK. ഈ പുള്ളിക്കാരൻ്റെ ഒരു പ്രധാന പരിപാടി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, വളരെയധികം റീച്ചുള്ള ആളുകളെ, സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ള ആളുകളെ പുള്ളിക്കാരൻ ബടമനെ നമ്മുടെ പ്രൊമോഷൻ ചെയ്യേണ്ട കുട്ട ബാട എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പ്രൊമോഷൻ ചെയ്ത് വിടുന്നു. സമൂഹത്തിൽ ഹെയ്റ്റ്, അതായത് എനിക്ക് അങ്ങനെ വ്യക്തിപരമായ സംഭവങ്ങളൊന്നുമില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ എന്ത് പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടുമോ ആ പരിപാടി ഞാനങ്ങ് ചെയ്യും. ഇതാണ് സെറ്റപ്പ്. ഈ പുള്ളിക്കാരൻ ആദില നൂറേനെ ഈ പുള്ളിക്കാരൻ്റെ വീടിൻ്റെ പാലുകാച്ചിന് വിളിച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷപരമായിട്ട് അവിടെ എല്ലാ പരിപാടികളൊക്കെ നടത്തി. അതിനുശേഷം പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു. നമുക്ക് ആദ്യം ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതായത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു ബന്ധവും കാത്തു സൂക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആഗോളതലത്തിൽ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ ചിലപ്പോൾ ചില ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കും, ചില ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കത്തില്ല എന്നൊരു ധ്വനിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. എൻ്റെ വീടിൻ്റെ പാല് വെച്ച് 2 പെൺകുട്ടികൾ പങ്കെടുക്കുന്നു. എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ഒറ്റ ആളെ ഞാൻ ക്ഷണിച്ചിട്ടില്ല. എൻ്റെ PA ഞാൻ പറഞ്ഞിടെ എല്ലാവരും ക്ഷണിച്ചേരെ, അവൻ ആരെന്തൊക്കെയോ ക്ഷണിച്ചു. പുള്ളിക്കാരന് ഒരു അറിവുമില്ല. അത് തന്നെ പച്ചക്കള്ളം. നമ്മുടെ വീടിൻ്റെ പാലുകാച്ചിന് നമ്മളറിയാതെ വേറെ ആരെന്തൊക്കെയോ ക്ഷണിച്ച ആൾക്കാർ, നിങ്ങൾ വലിയ കൊമ്പത്തെ കാശുകാരനായിരിക്കും, എന്നാലും ആ സ്റ്റേറ്റ്മെന്റിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനൊരു ആരോപണം വന്നു, മറ്റേ സമൂഹത്തിൽ ഇല്ലാതായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി, പുതുതലമുറയെ നാണം കെടുത്തുന്ന ആളുകളെ ഞാൻ വിളിച്ചു വരുത്തി. ഈ 2 പെൺകുട്ടികളെ കേട്ടോ, ഇതിലേക്ക് നമുക്ക് വരാം. താറടിച്ച് കാണിച്ചു, അതുകൊണ്ട് നമ്മൾ ഖേദം പ്രകടിപ്പിക്കുക കേട്ടോ. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അതായത് 2 പേരെ വീടിൻ്റെ പാലുകാച്ചിന് ബാമന്യ ബാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അവിടെ നിർത്തി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം അവരെ വിളിച്ചത് വേണ്ടായിരുന്നു കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടായി പോയി, നമുക്ക് ഭയങ്കര നാണക്കേടായി പോയി. ആ ഒരു സംഭവമാണ് പറഞ്ഞത്. അതിൽ നിന്നല്ല നിങ്ങൾ വിളിക്കാതിരിക്കുന്ന തന്നെയായിരുന്നു. ആദില നൂറ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് വളരെയധികം ഫെയിമിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ചുമ്മാ മലബാർ ഗോൾഡൻ ഡയമണ്ട് നമ്മുടെ MD അല്ലയോ വസലിക്കയുടെ വീടിൻ്റെ പാലേച്ചിന് ചുമ്മാ വലിഞ്ഞു കയറുത്തുനിന്ന് ഞണ്ണിട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ഒരു ടീമാണ് ആദില നൂറ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. സമൂഹത്തിൽ പുതുതലമുറയ്ക്കുള്ള വ്യക്തിപരമായ സാധനം കൂടാൽ മറ്റേ ഒരു മെസ്സേജ് കൊടുത്തില്ലെന്നൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് ഘോരം കടം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ ഇതിനെ മതപരമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. മതപരമായിട്ട് കൺവേർട്ട് ചെയ്യുക ഇൻ ദ സെൻസ്, ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ ഇന്ന മതം അംഗീകരിക്കില്ല, അതുകൊണ്ട് ഇവരെ എതിർത്ത് പറഞ്ഞത്. ആ ഒരു വാദം തെറ്റാണ്. അത് ഞാൻ മുമ്പോട്ട് പോകുന്ന വീഡിയോയിൽ പൊളിച്ചു തരാം. ഇനി ഇതിനെ തുടർന്ന് ഹിലാൽ ബാബു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടേ. മലബാർ ഗോൾഡ് മുതലാളിയുടെ ഓരോരോ ദാരിദ്ര്യങ്ങളെ ഒരു വശത്ത് സംഘികൾ, അയ്യോ അത് വേണ്ട, ഞാൻ ഇവിടെ കൊടുത്തപ്പോൾ നിങ്ങളത് വായിച്ചെങ്കിൽ അത് വായിച്ചാൽ മതി. പുള്ളിക്കാരൻ ഇതിനെ എതിർത്ത് സംസാരിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അനിൽ ടോക്സിലെ ചാനലിൽ ഈ സാധനത്തിനെ എതിർത്തുകൊണ്ടൊരു പോസ്റ്റ് വന്നിരുന്നു. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ താഴെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും സ്വർണം എടുക്കാൻ പോകുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആയിരുന്നു, ഇനി മേലാൽ ഈ വൃത്തികെട്ടവൻ്റെ കടയിൽ കയറില്ല, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇങ്ങനെ മീൻസ് അതിനെതിരെ ഇത് നല്ലതായിരുന്നു, ഞാൻ ഇനി അങ്ങോട്ട് പോകാത്തതിൻ്റെ കാരണം ഈ ആദില നൂറേനെ സ്വീകരിച്ചു എന്നുള്ള സാധനത്തിലാണെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പോസ്റ്റുകളൊക്കെ വന്നത്. നമ്മൾ മുമ്പേ വായിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിലവിലില്ല. പോസ്റ്റ് മുതലാളി പോസ്റ്റ് മുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആദില നൂറ അവിടെ വരുന്നതും അവിടെ മറ്റേ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന സാധനം നമുക്കൊന്ന് ചെറുതായിട്ട് കണ്ടുനോക്കാം. സൗണ്ടില്ലേ? സൗണ്ട് ഇപ്പം എന്തിനാ, നമുക്കിത് കണ്ടാൽ പോലെ. ഏതാണ്ട് പുള്ളിക്കാരനാണ് അവിടെ വന്നത്.
ആദില നൂർ അവിടെ നിൽക്കുന്നു. ഈ പുള്ളിക്കാരൻ്റെ മുഖത്തൊരു സന്തോഷമില്ലായ്മ നമുക്ക് കാണാനുണ്ട് കേട്ടോ. പക്ഷേ അന്നേരം പുള്ളി പ്രകടിപ്പിച്ചില്ല. പുള്ളി നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. സൗണ്ട് പോയി, സൗണ്ട് ഇല്ല ഗൈസ്, സൗണ്ട് ഇല്ലാതെ കണ്ടാൽ മതി. പക്ഷെ ഇതിനകത്ത് സൗണ്ട് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ആദില നൂറയുടെ കയ്യിൽ മൈക്ക് കൊടുക്കും. മൈക്ക് കൊടുക്കുന്ന സമയത്ത് ആദില വിളിച്ചതിൽ ഒരുപാട് നന്ദി, ഞങ്ങളുടെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ചടങ്ങാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നൂറയുടെയിലോട്ട് കൊടുക്കുമ്പോൾ നൂറ് ഒരു സാധനം പറയുന്നുണ്ട്, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അസ് എന്ന് നൂറ് പറയുന്നുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തപ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല. എന്തൊരു തേങ്ങ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പുള്ളിക്കാരനതാണ് ഇപ്പം ചിരിയൊക്കെ അണ്ണൻ പാസ്സാക്കുന്നുണ്ട്. അണ്ണനെ സുഖിച്ച് അണ്ണൻ അതൊക്കെ ഇഷ്ടപ്പെട്ട് ഇതാണ്ട് പുള്ളിക്കാരൻ താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ നൂറയുടെ മൈക്ക് കൊടുക്കുമ്പോഴത്തേനും നൂറയും താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് എസ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെയോ പറയുന്നത് ചിരിക്കുന്നു. ചന്തത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷമാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ ചാമ്പിയത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ ഒരുപാട് പേര് ഇത് മതപരമായിട്ടുള്ള സാധനമായിട്ട് മാറ്റുന്നു, ഒരുപാട് പേര് അല്ലാത്ത കാര്യങ്ങളായിട്ട് പറയുന്നു. ഇത് ശരിക്കുള്ള സംഭവം എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? പുള്ളിക്കാരൻ മതപരമായിട്ടുള്ളൊരു പോസ്റ്റ് ആണെങ്കിൽ അതിന് ശേഷം ഒരാൾ വന്നു. ഈ ശേഷം വന്ന ആളെ പുള്ളിക്കാരൻ പറഞ്ഞില്ല, 2 പെൺകുട്ടികളെ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ശേഷം വന്ന ആളെ നമുക്ക് കാണാം. പിന്നെ സൗണ്ടില്ലേ, ഒന്നും സൗണ്ടില്ല, സൗണ്ട് പിടിച്ചു പോയോ? ഇത് നമ്മുടെ നാദറ കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഈ ക്ലോസപ്പ് പുഞ്ചിരിയൊക്കെ ആയിട്ട് നിൽക്കുന്ന നാദറ കുഴപ്പമില്ല. നാദറ ഈ പുള്ളിക്കാരൻ്റെ കൺസെപ്റ്റ് പ്രകാരം സമൂഹത്തിൽ വളരെ നല്ല മെസ്സേജ് പകർന്നു കൊടുത്ത ഒരാളാണ് ഈ നാദിറ എന്ന് പറയുന്ന ആൾ. കാരണം മറ്റൊരു ലെസ്ബിയൻ കപ്പിൾസാണ്. ഈ നാദിറ എന്താണ്, പുരുഷനായിട്ടിരുന്ന് പുരുഷനല്ല തൻ്റെ ഐഡൻറ്റിറ്റി എന്ന് മനസ്സിലാക്കി സ്ത്രീയായിട്ട് മാറിയതാണ്. ആ ഐഡൻറ്റിറ്റി പുള്ളിക്ക് കുഴപ്പമില്ല, മറ്റേ ഐഡൻറ്റിറ്റിയാണ് പുള്ളിക്ക് സീൻ. മനസ്സിലായോ? സോ ദാറ്റ് മീൻസ് പുള്ളിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും മതപരമായിട്ടുള്ള സാധനമല്ല. ആദില നൂറയ്ക്ക് സമൂഹത്തിലൊരു ഹെയ്റ്റ് ഉണ്ട്. അവർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റുകളോടനുബന്ധിച്ചിട്ടുള്ള ഒരു തിരിച്ചു പറച്ചിൽ മറിച്ച് പറച്ചിലായിരിക്കും ഇത്. എന്തായാലും വളരെ മോശമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് ആ ഗസ്റ്റ് വന്നതിന് ശേഷം അവനെ വിളിച്ചത് ഭയങ്കര മോശമായിപ്പോയി എന്ന് പറയുന്നത് വളരെ മോശം സാധനമായിപ്പോയി. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള റസ്മിൻ ബായ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. റസ്മിൻ ബായ് പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ പോയി സന്തോഷമായിട്ട് നിന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻവിറ്റേഷൻ വന്നിട്ടാണ് ഞങ്ങൾ പോയത്. ഇൻവിറ്റേഷൻ വരാതെ ഈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് പോലെ ഒരാളെ, അല്ലെങ്കിൽ അത്രയും പണക്കാരനായിട്ടൊരുത്തൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റുമെന്ന് വിശ്വസിക്കാനും വേണ്ടി പൊട്ടന്മാരല്ല കാണുന്ന ഓഡിയൻസ് എന്ന് താങ്കൾ മനസ്സിലാക്കുക. അപ്പോൾ പുള്ളിക്കാരൻ്റെ അനുവാദം കൂടാതെ അല്ലെങ്കിൽ പുള്ളിക്കാരൻ അറിയാതെ അതിലെ നുറയെ തനിയെ നമ്മുടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നമ്മൾ ജൂവലറി എടുക്കുന്നില്ലയോ എന്ന് പറഞ്ഞ് നേരെ ഇടിച്ചു കയറി ചെന്ന് അവിടെ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അവരങ്ങ് പോയി. ഈ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് സംഭവം മനസ്സിലായില്ല. ഇതിനകത്ത് 2 ആസ്പെക്റ്റുകളാണുള്ളത്. ഒന്ന് ഈ പറയുന്ന നാദിറ ഇദ്ദേഹം ഒരു അളിയാളിയ ബന്ധമായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ആദില നൂറയ്ക്കോ ഹെയ്റ്റ് ഉണ്ട്, അപ്പോൾ അവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് ചിന്തിച്ചിട്ടുള്ള ചെയ്ത്തായിരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശരിയായ ആശയം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തൂ. ആശയം മനസ്സിലായാലും ഇല്ലെങ്കിലും ചെയ്തത് വെറും തൊട്ടിത്തെറി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് വളരെ മോശമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തൊരു കാര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഗട്ട്സ് മെയിനായിട്ട് കാണിക്കുക. അപ്പോൾ ഇതിന് ശേഷം ഈ മെഴുകിയപ്പോൾ അതിന് നെഗറ്റീവ് വന്നപ്പോൾ അത് ഡിലീറ്റാക്കി നിലപാടുള്ള മനുഷ്യൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ബൈ.